മോളി ചെല്ലാൻ മേടിക്കാൻ പറ്റും. ഇവിടെ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ പല വിധത്തിലുള്ള ഫ്രൂട്ട്സ് എന്തെല്ലാം പേരെന്നറിയ ഉള്ളത്. അവിടെ പേരൊക്കെ ചക്ക മാങ്ങ മാത്രമേ കണ്ടിട്ടുള്ളൂ. കടിക്കൂടാ മക്കളെ എന്തുവേണം വാങ്ങിച്ചോ. എന്തിയോടെ മേടിക്കാനൊന്നും പറ്റില്ല. ആവശ്യമുള്ളത് മാത്രം മേടിച്ചാൽ മതി. പൈസ ആവശ്യമായിട്ട് ചെലവാക്കണേ. നമ്മള് ടൂർ വന്നതല്ലേ. ഇത് എന്താ കയ്യിലുണ്ടെങ്കിൽ ചെലവാക്കിക്കോ. കയ്യിലൊക്കെ ഉണ്ട്. അതെ ചാച്ചി ഇതെന്നാ ഇത് ബട്ടർ ഫ്രൂട്ടാ. ഇത് ഒരു കിലോ എന്നാ വില? 1 കിലോ 100 രൂപ. 100 രൂപ സിമ്പിൾ. ഇത്രേ ഉള്ളൂ. കുഴപ്പമില്ല. ഇത് അതെന്താ പറയാ? 1 കിലോ 100 രൂപ. അതെന്നാ പേരെന്നെ? അത് ട്രീ ടൊമാറ്റോ. അപ്പൊ അതൊരു 1 കിലോ എടുക്കുക. പിന്നെ ലിച്ചി ലിച്ചു ചാച്ചി അല്ല ലിച്ചി ഇതാ ഇത് ലിച്ചി. ലിച്ചി. അപ്പൊ ഇത് സീതാപ്പഴം. ഇത് സീതാപ്പഴം. അങ്ക ഇപ്പടിയല്ല നിറയെ മുള്ളിருக்கு. ഇത് ഡിഫറെന്റ്. അപ്പൊ എല്ലാമേ കൂടെ എടുക്കാം. പൈസ കൊടുക്കണേ. നിന്റെ പൈസ ഇല്ലേ? എന്റെ പൈസ ഇല്ല. എടുത്തില്ലേ? എടുത്തില്ല. ആരും പറഞ്ഞെടുത്തില്ല. ഞാൻ കണ്ടത് നീ പേഷ്യന്റെ സൈഡിൽ അറിയില്ല. ഞാൻ കണ്ടു കണ്ടുപിടിച്ചല്ലേ പൈസ കൊടുക്കും. ഞാൻ കൊടുക്കൂല. ഇനി അങ്ങോട്ട് ഞാൻ ചെലവഴിക്കാന്ന്. ഇതിപ്പോ ഇവിടെ കൂടെ ബാക്കിയൊക്കെ ഞാൻ ഇവിടെ പൈസ കൊടു. എടുക്കട്ടെ. നല്ല വച്ച് പുതുക്കല പൈസ എടുത്ത് കൊടുറേ. അതന്നെ അമ്മ പൈസ എടുത്ത് കൊടുക്ക്. വിട്ടിരിക്കടാ. കൊറേ നേരം തുടങ്ങിയിട്ട് വല്ല പേരക്കെടുത്ത് കുത്തിക്കറ്റി വെക്കും വായില്. അമ്മ പേരക്ക് കുത്തിക്കറ്റി നല്ല പഴുത്ത പേരക്കൊക്കെ കുത്തിക്കണേ. അതെ ആനോയില് അമ്പഴ പോലെ ഉണ്ടോ? പൈസ എടുക്കട്ടെ. കണ്ടവനെ പറ്റിച്ച് കുട്ടമ്പള കുറെ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറ്റിച്ചുണ്ടാക്കിയതല്ല എന്റെ അച്ഛൻ കഷ്ടം. പലയിടത്ത് വരുമ്പോ പലയിടത്ത് വരുമ്പോ പിന്നെ എച്ച് കണക്ക് പറഞ്ഞു. എത്രയാക്കാ? എത്രയൊക്കെ എല്ലാം എത്രയായി? എല്ലാം കൂടി 250. എത്ര? 250. അത്രയോ 250 കൊടു. അത്രയും മതി. ഇനി മോള് ചെയ്തിട്ട് വാങ്ങിക്കാം. മോള് പോയിട്ട് വാങ്ങിക്കാം. പൊയ്ക്കോ. എന്റെ പൊന്നു മക്കളെ അത് നമ്മളെ ഇഷ്ടംപോലെ ഉണ്ട്. ബാലൻസ് ഞാൻ വാങ്ങിച്ചോ. അപ്പോ കൂട്ടങ്ങളെ കൊണ്ട് കുറെ കാലം ഉണ്ടാക്കാൻ വന്നേക്കും. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഡോൾസ് വാങ്ങണം, ക്യാപ്പുകൾ വാങ്ങണം. എനിക്ക് ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞാൽ മതി. പുറത്തെ കാഴ്ചയാണ്. നീ ആരടാ? നിന്നെ ഇറക്കി വിടും. പോടാന്ന് തലവേദന ഒന്ന് നിർത്ത്. ഭയങ്കര ശല്യമായിരുന്നു. കൊണ്ടുവരണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം. മിണ്ടായിരുന്നു എല്ലാത്തിനും കൊന്നുകളായി. അമ്മ എത്ര നേരം കൊണ്ട് പറയാം തലവേദന എടുക്കണം. നിനക്കൊക്കെ ഒരു വല്ല വിചാരം ഉണ്ടാ? ഫോട്ടോയിൽ തല വേണോ? വേണ്ട. പുളിയാണോ? എനിക്കൊന്നും വേണ്ട. പിന്നെ എന്താ തല പൊട്ടി പൊളകായി എല്ലാവർക്കും വീട്ടിൽ എന്തിനു പിന്നെ ടൂറിന് വന്നത്? നിനക്ക് എപ്പോഴും അക്രമ സ്വഭാവമല്ലേ ഉള്ളൂ. തല്ലി വള്ളി ഇറക്കൊന്നൊക്കെ. നിനക്ക് നിന്റെ ബാങ്കിൽ മറ്റേ ഓഫീസിൽ ടൂർ പോകുമ്പോഴേ നീ ചാടത്തുള്ളി തിമിർത്ത് പോണാണല്ലേ. എന്ത് ഇഷ്ടപ്പെട്ട ആരും കൂടെ ഇല്ല എനിക്ക്. നമ്മുടെ അവരെന്തെങ്കിലും കുഴപ്പം തരും. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് മനസ്സമാനം തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്തിയിട്ട് 2 എണ്ണം അടിക്കും. അതിന് മുമ്പ് നിന്റെ അന്ത്യമായിരിക്കും. പിന്നെ അല്ലാതെ എവിടെ പോണം? മര്യാദ ഇങ്ങനെ പോയാൽ ഞാൻ അടിക്കും. സോറി ചേട്ടാ. ചാട്ട ഇതൊക്കെ കാണിട്ട് നാട്ടിൽ പോയി പറയട്ടെ. പാടി കൊടുത്തു വീട്ടിലെ കയ്യില്ലാത്ത പൈസ പാടി ഇറങ്ങി. നീ വരണ്ട.
അയ്യോ ഓഫീസിൽ പോണേ സുഷമ്മേ, അശോക ഇപ്പൊ കൊന്നോളാം ഞാൻ. എല്ലാത്തിനും കൊക്കെ ഇറങ്ങി എന്തിനു സുഖമായിട്ട് ജീവിച്ചോ നീ. മര്യാദക്ക് വീട്ടിൽ കിടന്ന എന്നെ കുത്തിയാളക്കി ടൂർ കൊണ്ടാകുമ്പോ ഞാൻ തന്നെ കൊണ്ടുവന്ന പറഞ്ഞില്ലേ. എന്നെ തെറ്റി ഇവിടെ ചവിട്ടി മാത്രം കാണാൻ ഒരു പ്രശ്നം ഉണ്ടാവും. അല്ല നല്ല നോക്ക് നല്ല സീൻ പുറത്തോക്കി വായി പൊളിച്ചിരി അതേ പറഞ്ഞു. ഒരു കട്ടൻ ചായ കിട്ടണോണ്ടോ എനിക്ക് തലവേന. കട്ടൻ ചായ ഇട്ട് തലവേന കുറച്ച്. കട്ടൻ ചായ ഇവിടെ ഒരു സ്ഥലത്ത് ഇട്ട് നിങ്ങൾ കട്ടൻ ചായ അടിക്കുമ്പോൾ ഞാൻ ടപ്പനെ പോയിട്ടോ. എനിക്കൊരാളുണ്ട്, പരിചയമുള്ള ആളുണ്ട്. വേണ്ട പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോ എനിക്കറിയാം തിരിച്ച് പാമ്പായിട്ട് വരുമെന്ന്. കുടികാരനാക്കാടി എന്നെ സന്തോഷമായിട്ട് പോവാൻ അത് ചുമ്മാ ആവശ്യമില്ല. അതൊക്കെ മുട്ടാണ്. ഇതാണ് വീട്. അടുത്തൊന്നും വീടൊന്നും ഇല്ലേ? എടി ഇതിവിടെ അറിയപ്പെടുന്ന ബംഗ്ലാവല്ലേ? ഇത് അടിപൊളി തന്നെ കേട്ടോ. ഇതിന്റെ തീം എന്തിനൊക്കെ അതിലൊരു ഹൊറർ ഫീൽ ഉണ്ട് അല്ലേ? ഹലോ ഏ മുടിയാ മുഴുവൻ പുല്ല് വെച്ച് പിടിപ്പിച്ചേക്കണല്ലേ? കുട്ടമ്പുള്ള മൊത്തം ചെത്തി പശു വിട്ട് കൊടുത്തനെ. ഞാൻ വിളിക്കാം. ആരുമില്ലേ? ഹലോ ഹലോ ഇവിടെ ആരുമില്ലേ? വിളിച്ചു പോവല്ലേ ബാലു? കോളിംഗ് ബെൽ ഇട്ടാ നോക്ക അവിടെ. അച്ഛാ ഇവിടെ അങ്ങ് ആരും ഇല്ലല്ലോ. വീട് ബംഗ്ലാവ് മാറിപ്പോയാ? ബംഗ്ലാവ് മാറിയൊന്നുമില്ല. ആ കടയിൽ ചോദിച്ചപ്പോ ഇതിലെ ഡാർക്ക് വ്യൂ ബംഗ്ലാവ് എന്ന് അവര് പറഞ്ഞില്ലേ. വിളിച്ചു നോക്ക്. വിളിച്ചു നോക്ക്. അതെന്തിനാണ് ആളെ വിളിക്കണേ? എടി ബാച്ചങ്ങളുടെ ഭാര്യയുടെ എന്താ സിംഗപ്പൂര് ഉള്ള ഒരു ഫ്രണ്ടിന്റെ ബംഗ്ലാവാണ് ഇത്. ഹലോ അതെ ബാസ്യങ്ങളുടെ ഇടപാടായതുകൊണ്ട് ഒരു സംശയം വല്ല കുഴപ്പമുണ്ടാവും. പോടാ ബാസിയും ഭാര്യയൊക്കെ മുമ്പ് ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഈ ഡാർക്ക് വ്യൂ ബംഗ്ലാവ് എന്ന പേരിൽ തന്നെ ഒരു ഡ്രാക്കുള ഫീൽ അല്ലേ? അതിനെ വന്നപ്പോ തന്നെ പറഞ്ഞേ ഹൊറർ ഫീലാണ്. എന്താ അതെ നിങ്ങൾ ഇവിടെ ഇരി, ഞാൻ പറഞ്ഞു നോക്കാം. നിങ്ങളെ കാഴ്ച പാടാ. ഞാൻ വരട്ടെ? വേണ്ട നീ വരെ നോക്കിയോ. ഓക്കെ സാർ. നീ എല്ലാരെയും നോക്കിയോ. പിന്നെ ഒരു കാര്യം ഇവിടെ തന്നെ ഇരിക്കണം, വേറെ ഇടത്തും പോകരുത് കേട്ടാ. മക്കളെ പാടാ. നല്ല രസം. തണുപ്പുണ്ടാടേ? നല്ല തണുപ്പല്ലേ? അവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുവാ. പിന്നെ ഏക്കറണക്കിന് സ്ഥലമില്ലേടേ? ആരുമില്ലേ കേശു? ഇവിടെ താമസിക്കുന്ന കുളമൊന്നുമില്ലടേ. ആരും താമസിച്ച കുളമൊന്നുമില്ല. ഒരുപാട് നാളായിട്ട് ഒഴിഞ്ഞു കിടക്കണം തോന്നുന്നു. ആ വാസിയുടെ ഭാര്യ വിളിച്ചു പറഞ്ഞിട്ടാണ് കിട്ടിയത്. നല്ല സ്ഥലം. പോയാ അത് ഓടിക്കളാം. ആരുമില്ലേ ഇവിടെ? ആരുമില്ലെന്ന്. ഹലോ ആരുമില്ലേ? ഹലോ ആര്? നിങ്ങളാണ് ഇവിടുത്തെ ജോലിക്കാരൻ മുനിയാണ്ടി? എന്താ തുറച്ചു നോക്കണേ? കഥ തുറന്നു തരണം. കഥവ് തുറന്നു ഞാനേ. എല്ലാം മൂളല് തന്നെ. ദൈവം എന്തൊരു പാടാ. പോവാ ഏത് വഴിയാണ് പോണേ? അവരെ മുമ്പ് വശല്ലേ തുറക്കാം. മുന്നാടി വന്ന് ഡോർ തുറന്ന് തരണം. പോവാ. ആശിര ഭാര്യ നല്ല പണിയാണ് തന്നത്. വാങ്ങ ഇതാ ഞാൻ കുടുംബം. ഇത് വന്ന് പെണ്ടാട്ടി കുളന്തകൾ ഒന്നും മൃണ്ടില്ല. തുറച്ചു നോക്കേ ഉള്ളൂ. ഇത് ഓപ്പൺ പണി. കേട്ടെ ആ ഉള്ളക്കാര് ബാഗ് ഇട്. സ്റ്റൈല് വീടല്ലേ? അല്ലാതെ ഞാനല്ലേ അറേഞ്ച് ചെയ്തത്. സ്റ്റൈലാവാതെ അങ്ങനെ ഇരിക്കും. അപ്പുറത്ത് കൂടി പോയി നോക്കാം. ഞാൻ ഇവിടെ നോക്കട്ടെ. മൊത്തം തടിയനാട്ടാ.
അയ്യോ ഞാൻ ജോലിക്കാരൻ നോക്കിച്ചോട്ടെ. മുനിയാണ്ടി പോയാ? അതിന്റെ അതോട്ട് പോകണ്ട. അയാള് പോയി. അയാൾ അവിടെ നിപ്പുണ്ടായിരുന്നല്ലോ ഇപ്പൊ. കാണാനില്ല. അന്ന് അവിടെ എവിടെയെങ്കിലും മാറിയിട്ടുണ്ടാവും. അപ്പുറത്തെ റൂമൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യാം. നൈസ് ഡൈനിങ്. ഇവിടേക്ക് നല്ല ഇരുട്ടാ. കേശു അച്ഛാ അമ്മ. കേശു അയ്യോ അമ്മ. അച്ഛാ കേശു. കലങ്ങട കേശു. അയ്യോ ശിവ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് കളിക്കുവാണല്ലേ? അത് നീ എന്റെ കൂടെ നിന്നല്ലേ? നീ എവിടെ പോയി? എടീ ഞാൻ ആ റൂമിൽ കൂടെ കേറിട്ട് വേറൊരു വാഴ ഉണ്ടായിരുന്നു. അവ ഈ പുറത്തിറങ്ങി. അല്ല അപ്പൊ നിങ്ങൾ എവിടെ പോയി? ഞങ്ങളകത്ത് അവിടെ റൂമിലൊക്കെ കറങ്ങിയിട്ട് പുറത്തു വിട്ടു. ഈ വീട് ഒരു വശപ്പശ കാണും. നിന്ന നിപ്പിന് ആളെ കാണൂല. ഓ കേശുവിനെ കൊണ്ട് ഞാൻ അതുവഴി പോയില്ലേ? ഇവിടെ ആരും ഇല്ലെന്ന് ചോദിച്ചൊന്നും കേശുവിനെ കാണാനില്ല. പിന്നെ പിന്നെ ഇവിടുത്തെ വേലക്കാരനെ കൊണ്ട് ഞാൻ ഇവിടെ വന്നു. മുനിയാണ്ടിയെ കൊണ്ടുവന്ന് വീട് തുറന്നത് മുനിയാണ്ടിയെ കാണാനില്ല. എവിടെയെന്നാ മക്കളെ? കേശുവിനെ കാണാതായില്ലേ? കാണാനില്ല. എന്റെ പൊന്നച്ഛാ അനിയൻ മാറിപ്പോയതല്ലേ? മാറിപ്പോയതല്ല, മാറ്റിയതാണ്. ഓരോരുത്തർ സെപ്പറേറ്റ് മാറ്റും. നിന്റെ അകത്തിരിക്കുന്ന ആള് നിന്ന നിപ്പിന് ആളെ മാറ്റി കളയും. ഒന്ന് പോവാലോ. എവിടെ പോവാൻ? കളിക്കല്ലേ കേട്ടാ. നമ്മള് കൊറേ കളി കണ്ടാണ്. ബാലിനെ കളി പഠിപ്പിക്കല്ലേ കേട്ടാ. പരീക്ഷിക്കാണ്. മര്യാദക്ക് പോ. വന്ന വഴി പോ. പോണില്ല. ഞാൻ പോവാ. എനിക്ക് പേടിയാ. ഇവിടെ പോണ്. ഞാൻ പോണു. We're sorry, your call cannot be completed as dialed. പോയി അയ്യോ തളർന്നു മക്കളെ. സ്റ്റാമിന ഇല്ല പഴയതുപോലെ. പോയി അയ്യോ അച്ഛൻ വരാം മക്കളെ. ഓഹോ അയ്യോ വെറുതെ കുട്ടി കൊടക്കനാല് വന്ന് ചൂടാൻ കൊള്ളാം. யாரு? എടാ ഇത്ര പേടിത്തൊണ്ടന്മാരായി പോയല്ലേ. എല്ലാം ഒരൊറ്റ ഓട്ടം പേടിച്ച്. എനിക്ക് കുളിക്കാൻ ഡ്രസ് ചെയ്യൊക്കെ വേണം. എന്താ എങ്ങനെയാ പരിപാടി? പരിപാടിയൊക്കെ ഞാൻ പറയാം. ഞാനും അമ്മയും ഈ റൂമിൽ കിടക്കും. കേശുവും ലച്ചുവും ശിവയും കൂടെ അപ്പുറത്ത് റൂമിൽ കിടക്കണം. നീ വിഷ്ണു നീ അതിന്റെ അപ്പുറത്തെ റൂമുണ്ട്. നീ അവിടെ കിടക്കണം കേട്ടാ. ഒറ്റയ്ക്കാ? എന്ത് എനിക്ക് പറ്റില്ല. എനിക്ക് പേടിയോ? എന്താ നാണകടാ. വയസ്സെത്രയാടാ നിനക്ക്? ഒറ്റ കിടക്കാൻ പേടുന്ന? അയ്യേ ഒന്നാ ഒരു കാര്യം ചെയ്യാം. ഞാനും അമ്മയും മക്കളെ കൂടി ഇവിടെ കിടക്കാം. അച്ഛനപ്പുറത്ത് ഒറ്റയ്ക്ക് കിടക്കാം. എങ്ങനെയുണ്ട്? അത് പറ്റൂല. അതെന്ത് പറ്റില്ല? അത് പറ്റൂല. ഞാൻ ഒറ്റ കിടക്കൂല. വേറൊന്നുമല്ല, ഈ വലിയ ബംഗ്ലാവില് ബ്രൂസിൽ പോലും ഒറ്റ കിടക്കും. അയാൾക്ക് പേടിയാണ്. എനിക്ക് പേടിയൊന്നുമില്ല. ഇനി ബ്രൂസിനെ കുറ്റം പറഞ്ഞാൽ മതി. അയ്യോ വാ നമുക്ക് അവിടെ പോവാം. പിള്ളേരെ വാ. ഞാൻ നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോളാം. രണ്ടുപേരുടെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോളാം. അവിടെ വീട്ടിലും രണ്ടുപേരും ഇടയിലല്ലേ കിടന്നുറങ്ങണം. ഇപ്പൊ ഇവിടെ വരെ നാലും രണ്ടുപേരും കിടന്നുറങ്ങണം. അച്ഛടാ മക്കൾ ഇവിടെ കിടന്നു കേട്ടാ. പേടിച്ചു പോയല്ലേ മക്കള്?
കഴിച്ചോയോ കഴിക്കണ്ട കേട്ടോ അമ്മേൻ്റെ കേട്ടോ കൂടെ ബാലു ഞാൻ ഒന്ന് കുടിച്ചിട്ട് വരാം ബാത്റൂമിലേക്ക് പോട്ടെ ഞാനേ ആ പിള്ളേരെ എന്തെങ്കിലും നോക്കിയിട്ട് വരാം. അത് വലിച്ചിട്ട് പോവല്ലേ തട്ടാതെ. ബാലു ബാലു ഓ പോയോ അത് ശിവ ഉറങ്ങിയാടി അവളതിനെ തീർന്ന് എന്നെ പേടിപ്പിച്ചേ അയ്യോ കാന്താരി എവിടെ ആടാ എവിടെ എവിടെടാ வீட்டுக்கு போலாம். என்ன முன்னாடி இப்படி பயப்படுத்துறத பசங்க எல்லாம் ஒரே பாலாயிருது. வீட்டுக்கு வரா. வீட்டுக்கு போ. எப்ப வரும்? உயிர் இருந்தா பார்க்கலாம். உயிர் இருந்தா பார்க்கலாம். പോയാ. അങ്ങനെ ഒരു തത്വം പറഞ്ഞത്. എന്ത്? ഈ നമുക്ക് ഈ അഹങ്കാരം കൊണ്ട് പറയില്ലേ? ഡേയ് നാളെ കാണാടേ. ജീവനോട് ഇരിക്കുന്നു. ആ പോണത്. നാളെ കാണാം മറ്റന്നാളെന്നൊക്കെ പറയില്ലേ? ഉயிருണ്ടെങ്കിലല്ലേ ഇരിക്കുള്ളൂ. അത് വലിയ ഫിലോസഫിയാണ്. തത്വം പറഞ്ഞാണ് അയാള്. പ്രശ്നമൊന്നുമില്ല. പേടി നിൽക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും ബി കെയർഫുൾ. എവരിബഡി ബി കെയർഫുൾ. പോടെ പോടെ. അമ്മാ അയാളെന്താ അങ്ങനെ പറഞ്ഞേ? ആരേ? വേണ്ട പട്ടി ഓരിയിടുന്ന ശബ്ദം കേട്ട നീ? ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രേതങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോഴത്ര പട്ടി നീട്ടി ഓരിയിടും. അതെ നിങ്ങളുടെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ നടക്കെടുക്കാം. ഇല്ല ഞാൻ നടക്കെടുക്കാന്നേ. സൈഡിൽ കിടക്കാൻ കൊണ്ട് പറ്റില്ലട്ടോ. എടി ഞാൻ നടക്കെടുക്കാം. കടക്കുന്ന അവിടെ കടക്ക്. പറഞ്ഞാലും കേൾക്കില്ലല്ലോ. പോ അനുഭവിക്ക്. നിങ്ങളെ പരീക്ഷിച്ചല്ലേടെ? നിങ്ങൾ ഉറങ്ങില്ലേ? പരീക്ഷിച്ചതാ. അയ്യോ മകളെ അയ്യോ കരയണ്. എന്തിനാ കരഞ്ഞത്? ഇങ്ങനെയാണ് പരീക്ഷിക്കണത്. പിന്നെ പൊന്നു മക്കളെ അമ്മയുടെ പറയലേടാ. കിടന്ന് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. ചുമ്മാ ചുമ്മാ ഞാൻ ഇനി ഞാൻ എങ്ങനെ ഉറങ്ങാം? ഉറങ്ങടാ. പാവം പിള്ളേർ പേടിച്ചു. തമാശക്ക് കാണിച്ചതാ. അവിടെ വെച്ച് കൊന്നുകൂടായിരുന്നാടി. തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊല്ലുണ്ടോടി ഇറക്ക്. ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഇത്ര പേടിക്കുന്നു. രണ്ടെണ്ണം കൂടി ഇറങ്ങിയിരിക്കും. പരീക്ഷിക്കാൻ വന്നു അമ്മ തമാശക്ക് വന്നു. ആ മാസ്ക് എടുത്തോണ്ട് പോയിക്കോട്ടെ. രണ്ട് പ്രേതങ്ങളും പോ. കിടന്നുറങ്ങടാ. നീ പേടിപ്പിച്ചറിഞ്ഞല്ലേ? ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ഒന്നും ഞാൻ ചത്തനെ. നിങ്ങക്ക് മാത്രമല്ല പേടിപ്പിച്ചാൽ മതിയാ.
അതുകൊള്ളാലോ. പിന്നെ മനുഷ്യനും ശരീരം കൂടെ ഞെട്ടി വിറച്ചുപോയി. കയറി കിടക്കും. വെളുപ്പിനെ എണീക്കാനുള്ളതാ. വെളുപ്പിനെ എണീക്കാൻ. നീലു, ഈ പ്രേതം എന്നൊക്കെ പറഞ്ഞ ഉള്ളതാണ്. എനിക്കറിയില്ല, കിട തുറക്കാൻ നോക്ക്. കാണും. ദുർമരണപ്പെട്ട ആത്മാക്കളെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കും. മോശം കിട്ടാതെ ഇവിടുന്ന് പോകൂല. ഈ വീട്ടിൽ എത്ര ദുർമരണം നടന്നതാണ്. അയാൾ ഒന്ന് പിടിച്ച് മുനിയാണ്ടി വന്നിട്ട് കഴുത്തി പിടിച്ച് കൊല്ലാൻ നോക്കടാ. എന്തോന്ന് വെച്ചാ പറയുന്ന ഇവിടെ ഉണ്ട്, പ്രേതമുണ്ട്. അങ്ങനെ സംഭവിക്കും. പ്രേതങ്ങളെ നമുക്ക് പരിചയമുള്ള ആളെ രൂപത്തിൽ നമ്മളെ വന്നിട്ട് നമ്മളെ വിളിച്ചോണ്ട് പോകൂടാ. എന്തോന്ന് ചാച്ചാ, നമുക്ക് എങ്ങനെയെങ്കിലും ഇരുന്നിരുന്ന് നേരം വെളുപ്പിക്കാം, ഉറങ്ങണ്ട. ഇരുന്ന് തീരുമെന്നാണ് എന്റെ പേര്. നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ വെളുക്കുന്നതിന് മുമ്പേ നമ്മൾ ഊരും കൊണ്ട് വേറെ എല്ലാവരും ഇവിടെ കിടന്നുറങ്ങ്. ഇവിടെ കിടന്നു, വേറെ അടുത്ത് പോണ്ട. ഇവിടെ കിടന്നു കേട്ടാ. അയ്യോ ഡേ, എന്തിനു കണ്ണു തുറന്നിരിക്കണേ? ഏതെങ്കിലും പ്രേതം വരുമെന്ന് പറഞ്ഞാ കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കടി. അയ്യോ, നല്ല തണുപ്പുണ്ടല്ലേ? സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? എങ്ങട്ടാ ഈ പോടെ? ആ ഓണറെ കൂടി വിളിച്ചൂടായിരുന്ന? എന്തിന്? എടി താക്കോലെന്നില്ലേ? അതുപോലെ ഒരു ദിവസം 5000 രൂപയല്ലേ ഉള്ളൂ. നഷ്ടമൊന്നുമില്ലല്ലോ. നല്ല ഉഗ്ര വീടല്ലേ? പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ എന്താ നഷ്ടം? ഇഷ്ടം മുഴുവൻ എനിക്കല്ലേ. ഇത് ഇന്നലത്തെ വീട് പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് പേടിയാവണ്ടേ? പോടാ, ഈ വീട് കണ്ടറിഞ്ഞു. ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഒരു പ്രശ്നമില്ല വീട്. അച്ഛാ, ആ മരത്തിൽ തൂങ്ങി കിടക്കുന്ന എന്തുവാ? അത് സപ്പോർട്ടാ. അയ്യേ, അത് സപ്പോർട്ടൊന്നുമല്ല, സവർജിലി. ആ സവർജിലി സപ്പോർട്ടാ. പാവങ്ങൾ ആപ്പിൾ എന്നാണ് പറയണ. കയറി പറയടാ, കയറി പറിക്കാ. കേശോടാ. ഒരു സവർജിലി കണ്ടപ്പോഴത്തേക്കും ബാഗും വേണ്ട, ഒന്നും വേണ്ട. ബാക്കി പറഞ്ഞ പിന്നെ വടി എന്തിനാ പറഞ്ഞ പോലെ ബാക്കി ബാഗ് എടുക്കടാ. അതെ, അധികം സമയങ്ങളായില്ല. സാധനങ്ങളൊക്കെ അകത്തോണ്ട് വെച്ചിട്ട് പെട്ടെന്ന് ഫ്രഷ് ആവണം. എനിക്ക് ഫ്രഷ് ഒന്നും ആവണ്ട കേട്ടോ. അത് കയറി പിടിച്ചണ്ട. ഇവക്ക് കുളിക്കാൻ മടിയടാ. ഇവക്ക് മടി. ഇവിടെ ഇന്ന് തണുത്തളത്ത് മുക്കി എടുക്കണം. ഒന്ന് അടങ്ങിയിരിക്കും പാലു. തണുപ്പായാലും മഴയായാലും വെയിലായാലും ശരി, അടങ്ങിയിരിക്കൂല. പാടിയെടുത്ത് നീ പെട്ടെന്ന് ഇറങ്ങ്. എവിടെ പോവാൻ? പിന്നെ എന്തിനു വന്നത്? എനിക്ക് ഒരുപാട് സ്ഥലം കാണാണ്ടെന്ന്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറയില്ല എനിക്ക് തലവേദന എടുക്കണം. 2 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങണം. കാറി കയറിയപ്പോ മോദി തുടങ്ങിയ തലവേദന. നിനക്ക് എന്താണ് തലവേദന? ആരും കൂടെ ചെയ്ത് വെച്ചാ തീർന്നില്ല തലവേദന ഇതുവരെ. കാശ് കൊടുക്കിട്ട് കാശ് കൊടുക്കുന്ന പോലെ കിടന്ന് ഉറങ്ങണ്ടേ? ഇന്നലെ രാത്രി ഒരു പോലെ കണ്ണടക്കം നിന്നെ സംഭവിച്ചിട്ടില്ല. കണ്ണടച്ചാൽ മുനിയാണ്ടി വന്ന് ഞെക്കും പോലും. അതാകുമ്പോ സത്യമാണ്. നമ്മൾ ഒരു ദിവസം കൂടി അവിടെ കിടന്നിരുന്നെങ്കിൽ തല വേറെ ഉടല് വേറെ തല വേറെ. ഞാൻ മനസ്സൊന്ന് കൺട്രോൾ ചെയ്ത് വന്നിരിക്കുമ്പോഴാണ് തല വേറെ ഉടല് വേറെ. ഞാൻ 2 മണിക്കൂർ ഒന്ന് കിടക്കട്ടെ, എന്നെ വെറുതെ വിട്. എവളെ വല്ല സൂയിസൈഡ് പോയിന്റ് കൊണ്ട് തള്ളണം. അവിടെ കിടക്കട്ടെ. എന്തമ്മാ എന്ത് പറഞ്ഞാലും ശരി, എനിക്കൊന്ന് കിടന്നേ പറ്റുള്ളൂ. ഈ അമ്മയുടെ ഒരു കാര്യം. അച്ഛാ, നമുക്ക് തിരിച്ചു പോകുമ്പോൾ അവനെ കൊണ്ടുപോകണ്ടോ? ഇവിടെ തന്നെ ഇട്ടിട്ട് വേണ്ട. തിരിച്ചുവരാൻ എന്നെ പ്രായത്തെ കാണാൻ പറ്റും. അച്ഛാ അച്ഛാ, അമ്മ കിടന്നു കഴിഞ്ഞാൽ പോക്കാണ്. എങ്ങനെയെങ്കിലും കുത്തിളക്കി കൊണ്ടുപോവാച്ചാ. പോടെ, ഒരു 10 മിനിറ്റ് കഴിയിട്ട് നീ പോടത്. കൊടക്കാനല്ല അമ്മ. എങ്ങനെയെങ്കിലും എന്റെ അമ്മയുടെ മനസ്സൊന്ന് മാറ്റിയാൽ മതി. ഒരമ്മ വിചാരിച്ചാലും മാറൂല. അതാണ് മനസ്സ്. ഞാൻ അകത്ത് പോയി എന്തെങ്കിലുമൊക്കെ നോക്കി തരാം. ഇവിടെ അച്ഛനും താവപ്പാടെ തണുത്ത് മരവിച്ചിരിക്കുന്നു. അങ്ങോട്ടോ അല്ലേ? ഞാൻ ഫസ്റ്റ്.
കേറി. നീലം പടവലം പടവലം. ശ്ശെ, ഒന്ന് പോയേ ബാലു, ശല്യപ്പെടുത്താതെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ശല്യപ്പെടുത്താൻ ഞാൻ എവിടെയും വരില്ല കേട്ടാ. തലവേന കുറവുണ്ടാ? ആ കൂടുതലാ. കിടന്നാ കൂടും. വാ എണീക്ക്, നമുക്ക് പുറത്തോട്ടൊക്കെ പോയി കറങ്ങാം. വാ അമ്മ എണീക്കമ്മ പ്ലീസ് അമ്മ. പോലെച്ചു നീ പോയി ആദ്യം കുളിക്ക് ചെല്ല്. കണ്ട പിള്ളേരെ ആകെ മൂടൗട്ടായി. നീ ഒരു കാര്യം ചെയ്യ്, എണീറ്റ് അടുക്കള ചെന്ന് ഒരു കട്ടൻ ചായ ഇട്. അത് കുടിക്കുമ്പോൾ ഫ്രഷ് ആവും, നിന്റെ തലവേനൊക്കെ പമ്പാടാക്കും. വാ എണീ, വാ വാ. അമ്മ ഒന്ന് എണീക്കാൻ നോക്കണ്ടോ? അല്ല വയ്യാത്തല്ലേ, എണീക്കാൻ ശ്രമിച്ചാ മതി. നീലു എടാ റൂമിലേക്ക് പോയ നിങ്ങള് ചെല്ല്, പോ റൂമിലേക്ക് പോ. എന്തിനാമ്മ? നീലു നീലു നീ കുതിരയെ കയറിയിട്ടുണ്ടാ? സാധാരണ എന്റെ നേരെയല്ലേ നീ കുതിര കയറാറ്. എണീക്ക്, വാ പോവാ, കുതിര കയറാൻ വാ. ഒന്ന് പോയേ ബാലു, ഞാൻ കുറെ നേരം പറഞ്ഞു കിടക്കട്ടെ എന്ന്. മനസ്സിലാവില്ല മലയാളത്തിൽ പറഞ്ഞ. മക്കളെ, അച്ഛൻ മര്യാദയ്ക്കുള്ള മലയാള ഭാഷയിലൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് മനസ്സിലാവണില്ല. ഈ കാലഘട്ടത്തില് മര്യാദയ്ക്ക് യാതൊരു സ്ഥാനമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ വഴി നോക്കണം. എങ്ങനെ എങ്ങനെ? വിഷ്ണു, ലച്ചു, മക്കളെ പൊക്കടാളെ. ഇനി ബാക്കി നമ്മൾ വിളിച്ചോളൂ. അമ്മ എന്തെങ്കിലും അച്ഛാ, ആദ്യം നമുക്ക് സൈക്ലിംഗ് ചെയ്യാം, എന്നിട്ട് മതി കുതിര. ഇല്ല ഫസ്റ്റ് നമുക്ക് സൂയിസൈഡ് പോയിന്റിൽ പോവാം. കൺഫ്യൂഷൻ ആക്കരുത്. അച്ഛന്മാരേക്ക് വണ്ടി തന്നെ പോന്നാ പോലെ. പിന്നെ ഞാൻ സമയം വണ്ടി കയറിയാൽ മതി. എടി നടക്കിട്ട് കുറച്ച് ആരോഗ്യം കിട്ടും. വണ്ടി കയറിയൊന്നും കാണാൻ പറ്റൂല. മടിച്ചു പേർക്ക് അതൊക്കെ നോക്ക്. ഇവിടെ കുതിര. ഹായ്, കുതിരപ്പുറത്ത് കയറാം നമുക്ക്. ഇതില് കുതിര കയറണോ? കയറാം. தம்பி இந்த குதிரைக்கு என்ன ரெண்ட் இங்க ரவுண்ட் அடிக்கிறதுக்கு? 1 ஹவருக்கு வந்து 500 ரூபாய். அப்போ 100 ரூபாய் போதும். பரவாயில்ல நீலு കേറാം കേറാം. അയ്യോ എനിക്ക് പേടി. നിനക്ക് പേടി? നീയല്ലേ പറഞ്ഞത് കുതിര കാരണമൊന്നും. അല്ല അത് അടുത്ത് കണ്ടപ്പോ എനിക്കൊരു പേടി. തന്നെയല്ല ഞാൻ കയറിയിരിക്കുമ്പോ ചിലപ്പോ കുതിര എങ്ങോട്ടെങ്കിലും പോയാലോ എന്നെ കൊണ്ട്. ഞാൻ രക്ഷപ്പെട്ട്. നീ പറഞ്ഞിട്ടില്ലേ കുതിര കണ്ടാ കാരണം കയറുന്നത്? ഇപ്പൊ എന്ത്? നീ കയറ്. ഞാനാ? ഞാൻ കയറാം. தம்பி இந்த வெள்ளை குதிரை இல்லையா? வெள்ளை குதிரைனா பெயிண்ட் அடிச்சுக்கலாம். தமாஷா அதுக்கெல்லாம் ഞാൻ கேரளுக்கு முன்னாடி நான் வந்து தடவும். தடவை போட்டோ எடுத்தோன்னே தடவை பரவாயில்லையே? தடவல்ல ഒരു സെക്കൻഡ് ഫോൺ എടുക്ക്. ഇവിടെ തരാ ഫോട്ടോ. ഇവിടെ കാർ മറിക്കാം. കുതിര കൊഞ്ചാം നില്ലാം പറ. ജയന കൊടകയറി ചാടി ജയൻ. തമ്പി ഓരോരുത്തരായിട്ട് ഏറ്റ്. നീലു നീയും ശിവയും കൂടെ അതിൽ കയറും, ഞാനും കേശു കൂടെ ഇതിൽ കയറാം. നിങ്ങൾ പിന്നാടി വാങ്ങോ. പകുതി വെച്ച് കയറ്റണം. തമ്പി എന്നെ ഗുമ്മനെ കുതിച്ച് ഡൈവടിച്ച് കയറണമാ ഇല്ലാതെ കയറണമാ? கால் வச்சு கயறமா? മലന്നടിച്ച് വീഴാട്ടോ. பயம் இல்ல, பயம் எனக்கு இல்ல. நல்ல கண்டிஷன் தானே? நல்ல கண்டிஷன். சர்வீஸ் செய்யுது. காலு பொங்காது. இப்படி தாத்த பிடிச்சு காட்டுற. இல்ல எனக்கு ஏற முடியாது. ஏற முடியாது. ബസ് അതായത് അവിടെ കൊണ്ട് തപ്പ ഞാൻ കയറാം. റബ്ബിയ തിട്ട വാക്കി കൊണ്ട് ഇത്ര പ്രാവശ്യം പറഞ്ഞു നിനക്ക്. അങ്ങോട്ട് വാ. അങ്ങോട്ട് വാ. ബാഗോട്ട് വാ. അയ്യോ ഇപ്പടി വാ. തലയ്ക്ക് ആളവാസം വേണോടാ. ഇനി കേട്ടിട്ടുണ്ടേ ചെല്ലടാ. അപ്പുറത്തോട്ട് പോട്ടെ. നേരത്തെ പറഞ്ഞു കൊടുത്തൂടായിരുന്നാ? എന്ത് കുതിച്ചു കയറുന്നൊക്കെ അല്ലേ പറഞ്ഞത്? അച്ഛാ അങ്ങോട്ട് നീ. കുതിര വാങ്ങോ. ആ ജയനൊക്കെ സമ്മതിക്കണോടെ. അമ്മോ ജയ നിക്ക്
ഇനി അമ്മ ശിവാത്ത കണ്ണ അയ്യോ തമ്പി ഫസ്റ്റ് കയറി പോയതേട്ടാ. ഫസ്റ്റ് അമ്മ കേറി. അവൻ പിന്നെ ഇറങ്ങിയിരി വേണ്ട അതൊന്നും വേണ്ട വെക്കുമ്പോ അതിന്റെ കാല് പോയിട്ടോ അവിടെ അല്ല അവിടെ ഇവിടെ നിന്ന് കാല് വെക്കണ്ടേ കാല് പോയി ഓക്കെ വീഴുവോ എവിടെ പിടിക്കണ്ടേ ഇപ്പൊ? പിടിച്ചേക്ക്. ഇവിടെ ഇവിടെ കണ്ണുങ്കട്ടയാണെന്നാലും കണ്ണു കൊണ്ടാൽ മുറിഞ്ഞു പോകും. പൊന്നു സൂചിയാണെന്നാലും കണ്ണു കൊണ്ടാൽ മുറിഞ്ഞു പോകും. കന്നിപ്പെണ്ണേ കുതിരയെ പുറത്തേക്ക് അടക്കി എനിക്കട്ടെ വാല്. പൊങ്ങി പൊങ്ങി മാനമുട്ടല്ലേ കന്നിപ്പെണ്ണേ. തമ്പി അടുത്തടുത്ത് വേണ്ട കുറച്ച് അകത്തി വിട്. പേടിയല്ലേ ഈ കുതിര എന്തോന്നും കഴിച്ചില്ലേ ഇതിൽ പോയാൽ നടന്നു പോയിരുന്നു കേട്ടാ. നമ്മള് പറഞ്ഞ ടൂറ് പറഞ്ഞില്ലേ എന്റെ അമ്മ എത്ര പ്രാവശ്യം ടൂറ് വന്നു. ആ പോക്കറ്റ് എല്ലാം കാലി ആയിക്കൊണ്ടിട്ടാണ് എന്റെ ആയിരുന്നു. പൈസ എവിടുന്നാ പൊട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങൾ പൈസ കൊടുത്തോണേ തൊട്ടാൻ അച്ഛാ തമ്പി கொஞ்சம் സ്പീഡ് തമ്പി തമ്പിയാ നിന്റെ തമ്പിയാണോ അത് അണ്ണേന്ന് വിളിക്കുന്നു അച്ഛാ ഓ ഞങ്ങൾക്ക് വരണം ഇത് കാരണോ ആ ശരി അച്ഛാ ഇറങ്ങാ തമ്പി എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി നിർത്ത്. സോറി അച്ഛാ ഓ അച്ഛനെ ഇറങ്ങാൻ അറിയാലോ. അച്ഛാ അച്ഛാ ഇത് പിടിച്ചാ ഇറങ്ങി അപ്പടി ഇറങ്ങി പിടിച്ചോ തറയിട്ട് പൊട്ടിക്കല്ലേ വേറെ സാധനമാണ്. വെയിറ്റ് കൊഞ്ചം കുഴപ്പമില്ല കേട്ടോ. ആഹാരം ഒന്നും കഴിക്കുക അധികം. ദീലു പണ്ട് നെയ്യാറ്റിങ്ങനെ ഉണ്ടായിരുന്നപ്പോഴേ മതി 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 നീ ആറ്റിങ്ങനെ ഇവിടെ എടുക്കൂല. വെള്ളക്കുതിര ഈ കുതിരയുടെ പേരെന്തൊന്നു? അജയ്. അജയ് ജയൻ നടത്തുന്നത് നമ്മളെ നാട്ടിലെ ഹീറോ ആണ്. ഇത് മാക്സ് മാക്സ് മുളർ കവിയുണ്ട് ആ അച്ഛാ കുതിര സവാരിയൊക്കെ കഴിഞ്ഞു. ഇനി സൈക്കിളിൽ കേറ്റാതിരുന്നാലാണ്. സൈക്കിളിലെ കേട്ടടേ ആദ്യം അതിന്റെ പുറത്തുനിന്ന് താഴോട്ട് ഇറങ്ങി. கொஞ்சம் ஸ்பீட்ல போங்க அண்ணா. கொஞ்சம் கூட ஸ்പീഡ് ചെറിയ സ്പീഡ് അണ്ണാ கொஞ்சம் സ്പീഡ്. അടിപൊളിയായിരുന്നു. ഇത് എന്റെ സ്ഥലം. അയ്യോ അച്ഛാ കുരങ്ങൻ. ഈ കുതിരക്കാരൻ നടുവടിഞ്ഞു. ഓ എനിക്ക് മതിയായി കുതിരപ്പുറത്ത് കയറി ഇനി മേലെ കയറൂല ഞാൻ. അച്ഛാ നമുക്ക് ഇനി ഒരു ദിവസം കൂടെ പറഞ്ഞേ എന്നിട്ട് എനിക്ക് കുതിര പഠിക്കണം. കുതിര സവാരി പഠിക്കണോ? കുതിര സവാരി പഠിക്കണം. മക്കളെ നമുക്ക് രണ്ടുപേർക്ക് മാത്രം വരാം. ഈറ്റങ്ങൾ ഒറ്റ കൊണ്ടുവരാം. ഫോൺ ഇതാര് ഒന്നാ റോമിങ് എടുക്കട്ടാ. എടുക്ക് ஹலோ தொக்கலி மாமா அடங்க அப்பா மாமா நான் உங்க ஊரு பக்கத்துல இருக்க. ஆமா கொடைக்கானல் திரும்பி எப்ப வருவா? ஐயோ தொக்கலி மாமா உங்க மதுரை செல்லாம் விളിക്കുന്നു. மாமா வர முடியாது. நம்மள சம்சாரம் வர பிரச்சனை. அவக்கு யாரையும் பிடிக்காது. மாமா கணக்கு எங்க இருக்கு? ஐயோ இல்லையா எங்க போயிடுச்சு? மாமா வருங்க சொல்லு கேட்டா நான் என்ன செல்லாம் கனகம் கணக்க. ஓகே மாமா சௌக்கியமா? நான் கண்டிப்பா வரேன். நான் ஒற்றைக்கு வரேன், தனியா வரேன். எல்லாரும் பாக்குறேன். கணக்கு வரும்போது சொல்லு, நான் பிளவுஸ் பீஸ் வாங்கி கொண்டு வரேன் சொல்லு. நல்ல வாசனை சோப்பு. പാവം കനകടി പാവം. നീലു മധുരേ പോവാടി. തന്നെ പോയാ മതി. ATM കാർഡിലെ പൈസ തരും മുമ്പ് വീട്ടിലെത്താൻ നോക്ക്. അല്ലെ ഇവിടെ കിടക്കണ്ടേ വരും. പൈസ കാര്യം കണ്ടോ? അച്ഛാ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ വേട്ടോ. ഓ ചവിട്ടാടേ. It's about a boy that is non-green. This is not what it seems. I know this puzzle, gotta make it fit right like the rhythm means.
ശിവ ശിവ മക്കളെ ശിവ 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 കൊച്ചെവിടെ പോയിട്ട് ഒരിടത്തും കാണാനില്ല. നിങ്ങൾ മുന്നേ പോയപ്പോ അവള് പുറകെ വന്നല്ലായിരുന്നു. മൂന്ന് പോയി പറയാൻ വന്നു മുടിയോ കൊച്ചറ നിങ്ങളൊപ്പം വന്നിട്ടുണ്ടായിരുന്നല്ല. ഒപ്പ വന്നിട്ടായില്ല. നീ കിടന്ന് കരയാതെ കേശു മക്കളെ എവിടെ ശിവ എവിടെ അറിയത്തില്ല. അറിയത്തില്ല. കൊച്ചു പേര് നോക്കി കൂടെ വരുമ്പോ നോക്കണ്ട ശ്രദ്ധിക്കട്ടാ മരത്തലയാ എന്താ ചെയ്യാ? ഒന്ന് പോയി അന്വേഷിക്കാം എവിടെയെങ്കിലും ഒന്ന്. ഞാൻ ഇനി പറഞ്ഞു ചെയ്യടേ അവളെ നിന്നോട് അവസാനം കണ്ട എവിടെ ലാസ്റ്റ് ആ വളവ് വെച്ച കണ്ടോ? നോക്കിക്കൂടാ കൊച്ചിനെ ശ്രദ്ധിച്ചുകൂടാ എനിക്ക്. ഞാൻ ഒരു കാര്യം ഞാൻ പോയി നോക്കിട്ട് വരാം. പെട്ടെന്നാവട്ടെ എന്തെങ്കിലും. നീ അമ്മ നോക്കിക്കോടാ. ഞാൻ വരണ്ട ഞാൻ വരണ്ട. നീ വായ വിളിച്ചാ നോക്കണില്ല കൊച്ചിനെ കൊച്ചിനെ കൊണ്ട് കളഞ്ഞിട്ട് തൊലച്ചായി കൊച്ചിനെ നോക്കണ നിനക്ക് നോക്കണേ കൊച്ചിനെ കരയണ്ടമ്മ. അച്ഛൻ കൊച്ചിനെ കൊണ്ടുവരുമ്മ. നീ ഒന്ന് പോയി നോക്കി. അച്ഛനെയും കാണില്ല കൊച്ചിനെയും കാണില്ല. അച്ഛൻ ഇതുവരെ വിളിച്ചത് പോലുമില്ല. ഒന്ന് പോയി നോക്കണേ എവിടെ. ഞാൻ ഇവിടെ എവിടെ പോയി നോക്കാനാ? എനിക്ക് ഇവിടുത്തെ സ്ഥലം ഒന്നും അറിയത്തില്ല. ഇപ്പഴേ പോവാണ്. കൊച്ചിനെ കണ്ടില്ലേ? എവിടെ പോയാണ് നോക്കാത്തത്ര ഇവിടെ അത്ര നോക്കി ഞാൻ മൊത്തം നോക്കി കണ്ടില്ല. പോടാ നോക്കിക്കോളെ ശിവ എവിടെയത്? അച്ഛൻ കരയണ്ട അച്ഛാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം. നിങ്ങൾ കുടിച്ചിട്ടുണ്ടാ? കുടിച്ചിട്ടുണ്ടാന്ന് കുടിക്കാതെ നിന്തി പൊട്ടത് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ കുടിച്ച അല്ലെങ്കിൽ വെള്ളം കുടിച്ചതാ. നല്ല അച്ഛനാട്ടാ നിങ്ങളാ. കൊച്ചിനെ നോക്കാനാ പോയിട്ട് കൊച്ചിനെ കൊച്ചുമില്ല അച്ഛനുമില്ല. കുടിച്ചിട്ട് വന്നേക്കണ്. താങ്ങാൻ പറ്റില്ല വിഷമോ താങ്ങാൻ പറ്റില്ല ശിവ. പോയി അങ്ങനെ പോയി ചാവ്. കൊച്ചിനെ വിളിക്കാൻ വേണ്ടി കുടിച്ച് മൂസായി വന്നേക്കും. ഉറപ്പാണ് ഞാൻ ചാവും. ആ പോയി ചാവ്, അതാ നല്ലത്. ഗുഡ് ബൈ. ഗുഡ് ബൈ. എന്താ പോണില്ലേ? പോണേ അവിടുന്ന് പോ. നീ നോക്കിയോ ഞാൻ ഇപ്പൊ ചാവും. ഈ കുറെ താഴ്വാറ എന്റെ പ്രത്യേക കാറ്റെടുത്തോളൂ നോക്കിയാ. ഓട്ടടാ പോയി ചാവട്ടെ. എന്താ സ്നേഹം നോക്കിയാ കൊച്ചിനോട്. എടാ ഓടി ചേട്ടൻ പോണി ചാടാൻ. അല്ലേ അല്ലേ എവിടെ കിടച്ചത് താങ്ക്സ് അല്ലേ താങ്ക്സ് അല്ലേ. അതെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ പിന്നാലെ വന്നതാ. പക്ഷെ അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞു, ഞാനത് കണ്ടില്ല, വഴി തെറ്റിപ്പോയി. അപ്പൊ ഈ അങ്ങള് ചേട്ടൻ അവിടെ ഇരിക്കണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും കാണാതെ, അപ്പൊ എന്നെ ഒന്ന് കൊണ്ടുപോയി. എന്തായാലും മതി. മക്കളെ എനിക്ക് സന്തോഷം സഹിക്കാൻ പോയെങ്കിലും. അയ്യോ മക്കളെല്ലാവരും എന്നെ കെട്ടിപ്പിടി. മക്കളെല്ലാവരും കെട്ടിപ്പിടി. അച്ഛനെ കെട്ടിപ്പിടി. കള്ളും കുടിച്ചോണ്ട് വന്നേക്കണേ. നമുക്ക് അവിടെ കിടക്കട്ടെ. വാ ഇടി ഒരു കാര്യം ഞാൻ പറയാം. എന്നെ നീ കൊലയ്ക്ക് കൊടുക്കാൻ നോക്കണ്ട. ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നില്ല. ഞാൻ കൂടെ വരും. അവിടെ വന്നിട്ട് പുറത്തിടന്നാ മതി. നേരം വിളിക്കോളാം. ചാവട്ടെ. വന്നിട്ട് ഇങ്ങോട്ട് ശിവാരുമ്പന്താടി ശിവാരുമ്പന്താടി. അയ്യോ നീലുവേ ഭയങ്കര തണുപ്പ്. നീലു നീലു മര്യാദക്കെ അടങ്ങി ഒതുങ്ങി നിൽക്കണം കേട്ടോ. അയ്യോ പണ്ട് ഇതുപോലെയൊന്നും അല്ലായിരുന്നു കേട്ടാ. അയ്യോ ഞാൻ വന്നപ്പോഴേ ഈ മരമൊക്കെ ചെറുതായിരുന്നു. തൈ ഇത്ര ഉള്ളായിരുന്നുള്ളൂ. ഈ മരമില്ല ഈ മരമില്ല. നിങ്ങൾ നട്ടതായിരിക്കും. സാപ്രിക്കോൺ ഡിസോർഡർ. സാപ്രിക്കോൺ ഡിസോർഡർ ശാസ്ത്രീയ നാമം. ഡിസോർഡർ ആയിട്ട് നിൽക്കണ കുമ്പും കവരങ്ങളൊക്കെ ഡിസോർഡർ ആയിട്ട് നിൽക്കണ. ചുമ്മാ നമ്പർ. അയ്യോ ഇത് അടച്ചായിരുന്നാ? ഇത് പണ്ട് ഷാപ്പായിരുന്നു. നല്ല മീൻകറി ഇട്ടുമായിരുന്നു. നെയ്യാറ്റിന്റെ ഒരാളല്ലേ നടത്തിയിരുന്നേ. പക്ഷെ മീൻകറി വെട്ടുന്നത് പടവലത്തെ കുട്ടമ്പിള്ളായിരുന്നു. പക്ഷെ അവിടത്തെ എന്റെ അച്ഛനെ എന്തോന്ന് വന്നിട്ട് അനമ്പുണ്ടാക്കണ. ഞാൻ അടുത്ത പോലെ നീ പോ. ആവശ്യമില്ല വീട്ടിൽ ആൾക്കാരെ വിളിക്കരുത്. എന്നെ വിളിക്കരുത് പറഞ്ഞേക്കെ. രണ്ടുപേരും വിളിക്കണ നിർത്ത്. ബോട്ട് കയറുമ്പോ നേരെ ഇരിക്കണം. ജാട കാണിക്കല്ലേ. എല്ലാം അറിയാൻ കാര്യം ഞാൻ പറയാം. ഇങ്ങോട്ട് പാടി. ഇതാണ്
ബോട്ട് മറ്റേ മോട്ടർ വെച്ച ബോട്ടോടെ. എടാ മോട്ടർ വെച്ച ബോട്ടാണെങ്കിൽ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സ്ഥലങ്ങളൊക്കെ കണ്ട് കഴിയൂടാ. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം. കൊടൈക്കനാലിന്റെ ഐശ്വര്യമാണ് ഈ ബോട്ട്. നമുക്ക് പതുക്കെ തൊഴിഞ്ഞു പോവാം. കേറ്, കേറ്, കേറ്. ഹായ്. അയ്യോ കുട്ടമ്പിള്ള, ഞാൻ പറഞ്ഞേ അതുപോലെ ഇരിക്കണം. വീശയൊക്കെ വെച്ചിട്ട് പോകുന്നു. നീലു, നമുക്ക് 2 പേർക്ക് മാത്രം വന്നാൽ മതിയായിരുന്നു. ഈറ്റകളെ കൊണ്ടുവരണ്ടായിരുന്നു. ഓ, ഛെ. ചുമ്മാ പറഞ്ഞേടാ. ആ. പണ്ട് വരുമ്പോഴേ ഇതത്ര വലുതല്ലായിരുന്നു എന്ത് ഇതാ ഈ തടാകം. യാത്രകൾ എപ്പോഴും പഠന വിഷയമാക്കുക. ചുമ്മാ ആയി നോക്കിയിട്ട് മറ്റത് അതൊക്കെ കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല. അതെന്താണ് ഇതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അതല്ല ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ചോദിക്കുക, അറിയാന്നുണ്ടെങ്കിൽ ചോദിക്കേ. നിങ്ങൾ ചോദിക്കേ, ഞാൻ ഉത്തരം തരാം. ചോദിക്കൂ. അതെന്തത്? ഈഫൽ ഗോപുരം. അതുപോലെ ഉണ്ട്. ആ പതുക്കെ എത്താറായി കൈ വെക്കരുത്. ആ വാച്ചാ. എന്നാരും പിടിയടേ. അച്ഛൻ തന്നെ ഇറങ്ങിക്കോളും. വലിയ ധൈര്യശാലിയാ. ഹേയ്. അത് വേണോ? വേണം. വണക്കം. തമിഴ് അറിഞ്ഞൂടല്ലേ? മര്യാദയ്ക്ക് നിൽക്കണം. അച്ഛൻ ചോദിക്കാം. അറിയാം. വണക്കം. ഇത് എന്നാ கை கொடுங்க அன்னைக்கு நம்ம பார்த்தது இது என்ன? ஹலோ அன்னைக்கு பார்த்தது நம்ம இது கோஸ் கலர் கோஸ் இந்த ஒரு இது கலர் கோஸ் കെമിക്കൽസ് ഒന്നും ഇല്ലേ? இல்ல கெமிக்கல் இல்ல சார் എല്ലാം നാച്ചുറൽ ആണ്. ஒரு அப்படியே அடிப்படை சாதனம் ഇതെന്നെ? இது கோஸ் கலர் கோஸ் ഇതെന്നെ? ஏய் கார்த்தியா நீ ഗലാട്ട பண்ண മെതുവാ அந்த பைய கேக்கனே என்ன ஊருக்கு வந்தா என்ன கேக்குறீங்க മസാല நீ ஊருக்கு இப்படியே ஊர் வந்து மறுவா நீ வாங்கிட்டு போன்னு നെയ്യാറ്റിൻകര ഊർ இருக்கட்டு பையா ഇത് மூஃபிலி ഇതെന്നാ? മൂഫ്ലിയാ? கப்பலண்டி പുളിങ്കി വറുത്തത്. പുളിങ്കിയത്. അപ്പൊ ഇത് മേടിക്കും ഇത് എല്ലാം മസാല. അച്ഛാ പൈസ കൊടുക്കും. മേടിക്കും വല്ലൊന്നും. പൈസ ഇപ്പൊ തരും. മസാല എല്ലാം കൂടെ പോട്ട് അടിപൊളി അധികമാ പോട്ട് ഇങ്ങനെ മിക്സ് പണി. ശരി എത്ര 30 രൂപ ഒരു കവറാ? ഒരു ഇത് ഒരെണ്ണം മതിയോ ബാലു? ഇത് അത് വേറെ அது வேற அது தங்கச்சிதான் அது வேற உங்க யாரும் இல்ல. என்ன மாதிரி என்ன நீ என்ன அங்க ஊரு வந்து சிஸ்டர் கூட போய் தங்கச்சி மல்லிகடன் தங்கச்சி நாங்க ஹலோ எവിടെ ചെന്നാലും വെപ്രാളോണ്. என்ன என்ன நீ என்ன இருக்கிற இந்த ஹலோ பைய வெசப்போடு இருக்கு இல்லையா? நல்லா இருக்கு. சூப்பர். மீண்டும் சந்திக்கலாம். வணக்கம். சந்திக்கும் வரை வணக்கம். போடுமா? பாய். നിൽക്കൂ ആലു. നടന്ന് കാല് കുഴഞ്ഞിട്ടാ. ആ ലൈക്കിന്റെ അവിടെ ഇരുന്ന പോരായിരുന്നോ? ഇത്ര നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇത് കാണാനുള്ള സ്ഥലങ്ങളും മുട്ട കുന്നുകളും കണ്ടാ ചുറ്റും പച്ചപ്പ് ഇവിടെ ഇരിക്കാം. പിന്നെ ഒന്നുമില്ല ഇവിടെ. എന്ത് വലിയ പണി തന്നെ ആയി. അയ്യോ വന്നപ്പോഴേ വേണ്ട, ഇനി തുടങ്ങും നെയ്യാറ്റിൻകരയില്. കുതിരയുടെ ചാണക ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. പണ്ട് ഞാൻ വരാൻ നേരത്തെ ഈ ചാണകം ഉണ്ടായിരുന്നില്ല, കുതിര പോലും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം പറയാം, എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു തരും. മുട്ടക്കുന്ന് വന്നപ്പോ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു തരും. പടവലത്തിന്റെ കാലം ഇവിടെ ഉണ്ടടി. ഇതിന്റെ പടവലം അവിടുത്തെ സ്ഥലത്തിന്റെ കാലം ഉണ്ടടി. നിർത്ത് ഇവിടെ വെച്ച് വഴക്കുണ്ടെങ്കിൽ നിർത്തിക്കോട്ടെ. ബോട്ടിൽ കയറിയപ്പോഴും ഇത് തന്നെയായിരുന്നു. ആഞ്ചപ്പം കൊള്ളായിരുന്നു കേട്ടാ. ഇപ്പം അത് തണുത്തു. എന്താ മൈക്കാ? ഹലോ മൈക്കല്ല. ആരെ? ജോൾസൺ കൈ നോക്കണം. കൈ നോട്ടർ എല്ലാമേ നല്ല ശരിയായി നോക്കൂ. സത്യമായിട്ട് പറയും. ഒരുപാട് നാളായിട്ട് ആലോചിക്കണം ഒരു ജോൾസന്റെ കൈ നോക്കണം. ഏഴാണ്ട് ശനി തോന്നുന്നല്ലേ ഇപ്പം? എനിക്കാ ശനി. അല്ല നിന്നെ കൊണ്ട് വരാൻ തോന്നി. പേരെന്താ? പേര് ബാലേന്ദ്രൻ തമ്പി. ഇവിടെ പിടി. മൈക്ക അല്ല, ഇവിടെ കുത്തണം.
കുത്തണം ഇതിൽ കുത്തണം. ഇതിൽ കുത്തണോ? കുത്തണം, ഏട്ടിൽ കുത്തണം. ആന എടുത്ത് ഏട്ടിൽ കുത്തണം, ഇവിടെ കുത്തണം. കുത്തിട്ടായി. ആ കുത്തിട്ട്. ആ റൈറ്റ്. നമ്മൾ കൈ നീട്ട്. കൈ പറയരുത്, സത്യമായിട്ട് പറയും. സത്യമേ പറയൂ. സത്യം പറയും. കള്ളമൊന്നുമില്ല എന്റെ. കള്ളം പറയത്തില്ല. ജീവിതത്തിൽ കള്ളം എന്നൊരു സംഭവമേ ഇല്ല. കള്ളം പറയത്തില്ല, സത്യം പറയും. വെള്ളായി മനസ്സ് വെള്ളായി. റൈറ്റ്, ഓക്കെ. പുള്ളി പറയാന്ന് പറഞ്ഞല്ലോ, അത് മിണ്ടാതിരിക്കും. ആയിഷരെ കൊണ്ട്, അന്നരെ കൊണ്ട്, തനരെ കൊണ്ട്, ഭൂമിരെ കൊണ്ട്, പൊരുളരെ കൊണ്ട് കൂട്ടുകാരോടെ ചേരാൻ പറ്റും. ശനിക്ക് കൂടാതെ ഒന്നും പുറിയില്ല. എന്നോ പറഞ്ഞ് പേസി തമിഴ് അധികം ആയുസുണ്ട്, ആരോഗ്യമുണ്ട്. അറിയാടി. അണ്ണാച്ചി രാജയോഗമുണ്ട്. രാജയോഗം, ராஜயோகம், ராஜ அம்சம் உண்டு. நல்ல விசுவாசமெல்லாம் உண்டு. நல்ல ஒரு அம்சமான பவரான கேரண்டி பூரா கிடைக்க போகுது. கேரண்டி போகணும். நல்ல அம்சமான ஒரு வாய்ப்பு கிடைக்க போகுது. நல்ல சான்ஸ் கிடைக்க போகுது. கலை தொழில நல்ல அம்சங்கள் வரப்போறீங்க. ஓகோண்டு வரப்போகுது. தொழில் துறை போக்குவரத்து ஆகும். நம்மளுக்கு எந்த சத்துருக்கள் எந்த சரிகாரம் எதுவும் இல்ல. சத்துருக்கள் உண்டு. சத்துருக்கள் இஷ்டம் போல உண்டு. தெய்வத்தை அழி அங்க இருக்கு, படலத்து இருக்கு. இப்ப இல்ல கல்பில தெய்வத்தை அவனான முக்கிய சத்ரு. தெய்வத்தை மேல பாரத்து போல ஜீவிக்கணும். சாமி கல தெய்வ சகாயங்கள் என்னைக்கு உண்டு. அதுதான் எந்த அம்மையோட பிரார்த்தனை. அச்சன் அம்மை என்னைக்கு விசுவாசம் உண்டு. நம்ம கண்கடி கண் தோசை அசுவதில் எதுவும் இல்ல. கண்கடி எனக்கு இல்ல மாறிடுச்சு. கண்கடி மாறிடுச்சு. ஆமா, கண்கடி கண் தோசை அசுவதில் எதுவும் இல்ல, மாறிடுச்சு. அனியன் சேட்டன் அச்சன் அம்மா அது கொண்டு விசுவாசம் இல்ல. கை திறமையா ஜீவிக்கணும். உழைச்சா குடும்பம் போட்டு அதான் கை திறமையா ஜீவிக்கணும். உனக்கு பாரி இல்ல, பாரி 2 பெண்ணு உதேசனது பாரி. ஒரு வண்டி இங்க இருக்கு. இல்ல பறைய கொண்டா. இல்ல வேண்டாம் பரேண்ட. ரெண்டு பெண்ணு உதேசம் நினைச்சவனு மாறிட்டு ஆதித்துல விசாரிச்சு வந்தது மாறிட்டு. 2 பெண்ணு இல்ல, ஒரு பெண்ணே உள்ள. இதா இங்க இருக்கு. இவட இருக்குது ஒரு பெண்ணு தான். ஒரு பெண்ணு இருக்கிறது. முதல்ல கண்ணி எதிர்பார்த்தது மாறிட்டு ஒரு சகாய்ச்சு வந்து அவரை மாறிட்டு மாறிச்சு. பூர்ணிமா மாறிட்டு. அது பூர்ணிமா மாறிட்டு எல்லாம் கூட ஆலோசிச்சு ഞാൻ പറഞ്ഞു അന്ന് എവളാ എനിക്ക് പിടിക്കും. മൂർത്തി അത് നല്ല പെണ്ണ്. ഇപ്പൊ എതിർപാർത്തത് കാ. ഇപ്പൊ എതിർപാർത്തത് കാ. ഇപ്പൊ വേറൊന്നുണ്ട് കാ. ഇത് തമിഴ്നാട്ടില് തമിഴ്നാട്ടിലുണ്ട്. അതിന്റെ അക്ഷരം കാന്ന്, അതല്ലേ? തമിഴ്നാട്ടിൽ இருக்கிறது കാ. ஸ்டார்டிங்ல ஆமா கனகா. ஆமா, இப்ப இருக்கிற கண்ணி. நீங்க எப்படி அப்படி கனகம் இருந்தா எனக்கு தெரியும். ஆனா சொக்கல மாமா தங்கச்சி மாதிரி. அந்த கண்ணி இப்போ தங்கச்சி மாதிரி எனக்கு. தங்கச்சி மாதிரி. போங்க பைசோடு சரியாவில மாறிட்டு அந்த பெண்ணு வந்து எதிர்பார்த்து வந்தது மாறிட்டு போயிடும். வந்து எந்த குழப்பம் இல்ல, வெற்றியாகும். ஒரு குழப்பம் இல்லை. அது போட்டு வரட்டு தங்கச்சி தங்கச்சி காசு கொடுத்துட்டு போடா. காசு கொடுத்து போற. നീ ചുമ്മാ അവിടെ പോണത് എന്ത് കുഴപ്പം എന്ന് പറ. കുഴപ്പം എന്ത്? ഇവിടെ എന്താ സംഭവിച്ചു? ഒരു കുഴപ്പമില്ലേ? പിള്ളേർ കേക്കല്ലേ എന്തുണ്ടെങ്കിൽ പറ കാര്യം പറ. അയാൾ ആദ്യം പറഞ്ഞു പൂർണിമയുടെ കാര്യം. അത് സത്യമല്ലായിരുന്നു. പൂർണിമയുടെ കാര്യം എന്തോന്ന് പറഞ്ഞു? നേരത്തെ ഒരു പെണ്ണുമായിട്ട്. അത് എന്റെ ബന്ധുവല്ലേ? പ്രേമല്ലായിരുന്നു അത്? എന്താ പറയാം, അത് വീട്ടുകാർ തമ്മിൽ ആലോചിച്ചല്ലേ. ഞാൻ പറഞ്ഞില്ല, എത്ര വർഷം പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ. രണ്ടാമത് പറഞ്ഞ് ചൊക്കലിംഗം മാമയുടെ മോള് കനകം. അത് കക്കടയില് കനകാന്ന് കാന്നേ പറഞ്ഞോളൂ. അങ്ങനെ കനകമെന്ന് അയാൾ പറഞ്ഞില്ല, കാന്നേ പറഞ്ഞോളൂ. കാന്ന് പറഞ്ഞ് തമിഴ്നാട്ടില് കാന്ന് പറഞ്ഞ ഒരു പെണ്ണുമായിട്ട് നിങ്ങൾക്ക് അടുപ്പുണ്ടെന്ന്. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ നെയ്യാറ്റിക്കര പോണെന്ന് പറഞ്ഞ് വണ്ടി കയറി. എന്നിട്ട് പറഞ്ഞു ഉറങ്ങിപ്പോയി. ഞാൻ തമിഴ്നാട്ടിലെത്തി. എന്നിട്ട് ചൊക്കലിംഗം മാമയുടെ വീട്ടിലെത്തി. അങ്ങനെ അവിടെ ആയിരുന്നു എന്നും പറഞ്ഞ് 3 ദിവസം കണ്ടാണ് വരുന്നത്. വന്നോടനെ 3 ദിവസം കഴിഞ്ഞാ വരണേ. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നോടനെ കനകത്തിന്റെ ഫോൺ കരച്ചില് വീഴ്ചില്. കനകത്തിന് നിങ്ങളെ കാണാതെ ഉറക്കം വരണേ. ഞാൻ പറയട്ടെ, സത്യത്തിൽ നിങ്ങളും കനകമായിട്ട് എന്താണ് ബന്ധം? എനിക്കൊരു ബന്ധമില്ല. ജോർജ് കള്ളം പറഞ്ഞു. നീ വെറുതെ മൂട് കളയല്ലേ. പൈസ കൊടുത്ത് ഇവിടെ വരെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കല്ലേ. നീ പറഞ്ഞത് വന്നത് നന്നായി, അതുകൊണ്ട് അറിയാൻ പറ്റില്ലല്ലോ. ഒന്നും നല്ല ക്ലൈമറ്റ്. നമ്മൾ എന്ത് വെറുതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണോ? നീ എന്നെ പറ. മനസ്സിനെ സ്വസ്ഥമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? എന്തോ ഞാൻ പന്ന മുട്ടക്കൊന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞു കാരണമാണ്. ഏതെങ്കിലും ജോത്സ്യം കള്ളത്തരം പറഞ്ഞോട് എന്നെ ചാടണതിന് ഉള്ളത് ചിരി. എനിക്ക് ചിരിക്കാൻ പറ്റണില്ല. നീ ചിരി. എന്റെ മനസ്സിൽ നിന്ന് പോണില്ല ബാലു. മനസ്സിൽ നിന്ന് മാലു മനസ്സിൽ നിന്ന് പോണില്ലെന്നാ? അല്ല, അയാൾ പറഞ്ഞ ചിരി. നീലു പറ, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? സന്തോഷിക്കാം. അതറിയാല്ലേ? പിന്നെ സന്തോഷിച്ചൂടെ?
ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ കേട്ടാ ഹായ് അച്ഛാ, മിഠായി, മിഠായി, മിഠായി. പിന്നെ വെച്ചുതരാം ഇറങ്ങി വാങ്ങിത്തരാം നല്ല മുട്ടയുണ്ട് പക്ഷെ ആ നല്ല മുട്ടാണ് അച്ഛാ, എന്നാ അച്ഛാ? വേണ്ടാന്ന് വാങ്ങിത്തരാം വാ അമ്മ അറിഞ്ഞു നീ ആയിരിക്കുന്നു ദേ ഒരു ടോയ്. ആ ടോയ്, ടോയ്. നല്ല മുട്ടായി അച്ഛാ, മിഠായി. കല്യാണി ഇവിടെ പാടേ നോക്കട്ടെ. എനിക്ക് ജാക്കറ്റ് വേണം. ഇത് മര്യാദ കൊടു വേണ്ടെന്ന് ഇത് ഒറ്റ മഴയിൽ പോവും ഇവിടെ അടുത്ത് നോക്കിക്കോട്ടെ. നോക്കട്ടെ ഞാൻ അവിടെ ഇറങ്ങി പോകും നല്ല പാലു അത് ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് വാ. ഭംഗിയുണ്ട്. ഓൾഡ് ഫാഷൻ. നടിമാരെ പോലെ ഉണ്ട്. മാജിക് പെൻസിൽ മാജിക് പെൻസിൽ. എന്താ ചേച്ചി മര്യാദ കൊണ്ടു വയറുവേദന എടുക്കണ്ട. എന്റെ സ്വഭാവം മാറ്റരുത്. എന്തോ ചേച്ചി എന്ത് ഇരിക്കണം. പോന്നോ അടിച്ചു പൊളിക്കാൻ ഇതൊന്നും വേണ്ട. അച്ഛ മാല അച്ഛ. ഒറിജിനൽ സാധനങ്ങൾ അവിടെ ഉണ്ട്. അച്ഛ നല്ല മാല. ഇമ്പോർട്ടന്റ് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇമ്പോർട്ടന്റ് സാധനങ്ങൾ അപ്പുറത്തോട്ട് ഞാൻ വെച്ചില്ല. മുട്ടായി വാങ്ങിച്ചാൽ നിനക്ക് എവിടെ പോയാൽ നിനക്ക് വയറുള്ള കോളും. പാലു ഇത് മേടിച്ചു വിട്ടെ പാലു. പറ അവള് പറഞ്ഞു പറ്റും. ഇല്ല ഞാൻ വരുന്നില്ല. കുറെ നേരം അവിടെ തൊട്ട് പല ഓരോ സാധനം മേടിപ്പിക്കാണ്ട് ഞാൻ ഇത് മേടിച്ചിട്ട് വരുന്നുണ്ട്. ചേച്ചി എത്ര ഇതിന് 100 100 ഉള്ള കൊടുക്ക് നീ കൊടുത്തോ അതല്ലെങ്കിൽ അച്ഛ അമ്മേനെ കൊടുക്കണോ. കൊടുത്തോ. ഓക്കെ മതി ഒരു കൊട മേടിച്ച്. ഒരു കൊടയിലും മേടിച്ചു. അപ്പോ അല്പം ഐശ്വര്യം വന്ന കുട പിടിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കൊട പിടിക്കല്ലേട്ടാ. എനിക്കൊരു എങ്ങോട്ട് നോക്കി നടക്കണേണ് കണ്ണും കണ്ടു. എനിക്കൊരു ജാക്കറ്റ് വാങ്ങണം. എനിക്ക് അതിന് ആശയുണ്ടല്ലേ. എനിക്ക് ഈ തണുപ്പാണ് ഇത് താങ്ങൂല. താങ്ങണ്ട ഇതിങ്ങനെ ഇട്ടിട്ട് ആ സിബങ്ങ് വലിച്ചിട്ടാ അവന് താങ്ങിക്കോളൂ. ഇത് ലോ കോസ്റ്റ് മെറ്റീരിയൽ ആണ്. ഇത് കിടന്നു കഴിഞ്ഞാൽ അവസാനം ഓടിയാൻ മുഴുക്കുള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് ജാക്കറ്റ് വെച്ചാൽ ബാലുബാലോട് നിൽക്കുമ്പോൾ ഈ കൊച്ചിന് ഇത്രയും നേരം ഒരു സെറ്റർ മേടിച്ചില്ലടാ. അവിടെ തൊട്ട് ഞാൻ പറയാം കൊച്ചിന് നമുക്ക് നോക്കാം. വാങ്ങാം. ഞാനൊരു ജാക്കറ്റ് ആദ്യം വാങ്ങിട്ട്. നിങ്ങൾക്കല്ല നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. ആദ്യം കൊച്ചിന് സെറ്റർ വാങ്ങട്ടെ. ചേട്ടാ ഒരു ഈ കൊച്ചിന് ഒരു സെറ്റർ വേണം. സെറ്റർ അല്ല ആദ്യം ജാക്കറ്റ് വാങ്ങാം. ജാക്കറ്റ് ഞാൻ പറയണ കേളുന്നില്ലോ. ഞാൻ ജാക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം സെറ്റർ വാങ്ങിച്ചു തരാം. നിങ്ങൾ ഒത്തുക്കെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് അല്ല മനസ്സിലാക്കാം. മേലെ വരത്തില്ല നിങ്ങൾ അച്ഛനോട് എവിടെ സ്ഥലത്ത്. എவ்வளோ ആവും റേഞ്ച് എவ்வளோ ആവും? റേഞ്ച് 600 ആകും. 600 എടുക്ക. അത് വാങ്ങിച്ചു തരാം. എനിക്കും ജാക്കറ്റ് വേണം. ഇപ്പൊ നേരത്തെ വാങ്ങിച്ചു തരാൻ മുടിയാ. അതിന്റെ പേര് വിളിച്ചാൽ മതി. മുടിയാന്ന് വിളിക്കുന്നത് ഞാൻ പറയണ്ട ബാലു. ഇത് ലെതർ ജാക്കറ്റ് എടുക്കാ. അണ്ണാ ഈ ലെതർ ജാക്കറ്റ് എടുക്ക. ലെതർ ജാക്കറ്റ് നല്ല മെറ്റീരിയൽ ആണ്. ഇത് എவ்வளோ ആവും? 600 ആകും. 600 ഇല്ല ജാസ്തി. அண்ணா ஒரு காரியம் പറയാ. அண்ணா நிஜமா சொல்லு. நம்ம ஒரு ஏமாற்ற முடியாது. நான் நெய்யாറ്റിங்கരക്കാരനാണ്. നെയ്യാറ്റിങ്കര എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ ഏമാற்ற முடியாது. വേറെ ഇട്. ബാലു ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. പ്രശ്നമല്ല. കപ്പലിന്റെ മേടിക്കാൻ കയറിട്ട് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. നമ്മൾ ബാർഗിൻ ചെയ്താലേ വാങ്ങിക്കാൻ പറ്റിയ ഒരു സാധനം. നോക്ക്. അയ്യോ ഇത് കൊള്ളാം. ഇത് എന്നാ മെറ്റീരിയൽ? ഇത് ലെതർ മെറ്റീരിയൽ. ലെതർ ജാക്കറ്റ് നല്ല മെറ്റീരിയൽ ആണ്. നല്ല മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ. എന്നെ ഏമാത്തക്കൂടാതെ. ഞാൻ നെയ്യാറ്റിങ്കര എന്താടി എന്നെ പടവലെന്ന് പറയണോ? നെയ്യാറ്റിങ്കരക്കാരനാണ്. എவ்வளவு രൂപ? 600 வந்து ஜாஸ்தி. ஒரு 300 தரேன். ஓகே 300 கொடுங்க சாமி கொடுங்க. 300 ஓகே 300 சரி பிடி 300 കൊടുക്ക്. 300 ഇല്ല അല്ലേ? ഇല്ല ഇതെനിക്ക് വേണ്ട. എനിക്ക് ഒരു 100 രൂപയ്ക്ക് തരുമോ? തരില്ല. 300 രൂപ പിടി. ഇല്ല എനിക്ക് വേണ്ട. 100 രൂപയ്ക്ക് 300 രൂപ പിടി. ഇല്ല എനിക്ക് എടുത്തോണ്ട് പോ. പറഞ്ഞില്ല. എടുത്തോണ്ട് പോ. എന്താണ് എടുത്തോണ്ട് പോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കയ്യേറി പിടിക്കല്ലേ? എനിക്ക് വേണ്ടത് പോവാ.
എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടോ ജാക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു ജാക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു എന്നാ അണ്ണേ കളറി കേരളാവിലെ കളറിയാണ് കേരളാവിലെ കളറി പിടിച്ച് കുത്ത് കേരളാവിലെ കളറിയാണ് എന്റെ വിളിയടാ ആളെ വിളിയടാ ആളെ വിളി വിളി പിടി പിടി പിടിച്ചു അണ്ണാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരെ വന്നാണ് പ്ലീസ് എന്നെ വിടങ്ങ കാലി ഓർത്തെങ്കിലും വരുന്ന വിടങ്ങ പ്ലീസ് എന്നെ പ്ലീസ് കാലടിക്കാണ് പ്ലീസ് എന്നെ വരുന്ന വിട് മലയാളിയിലെ മാണം കെടുത്തിരിക്ക കൂടി പ്രാന്ത് കൂടിയിട്ടാണ് ഒന്നും വിചാരിക്കണ്ട കൊണ്ടോട്ടെ പ്ലീസ് അടുത്ത ഇഞ്ചക്ഷൻ ഒരു മണി നേരത്തിന് കൊടൈക്കനാൽ இருக்க கூடாது கூட்டி போயிரு പ്രാന്തിന്റെ അച്ഛൻ കൂട്ടപ്പിളാക്കി